എന്ന വിഷയാവതരണത്തിന് മുമ്പ് ഒരു ആശംസയ്ക്ക് വേണ്ടി ഉസ്താദ് ഹൈദർ അൻവരി മാളിയേക്കലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ദിവന്യനായ പ്രിയപ്പെട്ട ശൈഖുനാ അവറുകളെ, മറ്റീ വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ പണ്ഡിത മഹത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും നമ്മെവരെയും ചേർക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ പാപങ്ങളെയും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. സുദീർഘമായൊരു പ്രഭാഷണം നടത്താൻ ഈ വേദിയെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സദസ്സിലേക്ക് വന്ന നിമിഷം മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ പേരിവിടെ വിളിക്കപ്പെട്ടത്, ചേർക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ജോലിയുമായി വന്നിട്ട് ഏകദേശം 17 കൊല്ലത്തോളം ഈ ജില്ലയുമായി എനിക്ക് ബന്ധമുണ്ട്. അതിലൊരു 15 കൊല്ലത്തോളം ഈ ജാമിയയുമായി എനിക്ക് ബന്ധമുണ്ട്. ഒട്ടുമിക്ക സമ്മേളനങ്ങളിലും ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ നസീഹത്ത് കേൾക്കാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ യാദർച്ഛികമെന്ന് പറയാം, ഈ പ്രാവശ്യത്തെ നോട്ടീസ് പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു. പക്ഷെ ഞാനിതൊരു സൗഭാഗ്യമായി കാണുകയാണ്. ഈ സൗഭാഗ്യം അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ജാമിയയുടെ പരിസരങ്ങളിലൊക്കെ വന്നു പോകാറുണ്ടെങ്കിലും ഞാൻ ഓർത്തു പോവുകയാണ്, ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിന്റെ അനുജൻ വെള്ളത്തിൽ വീണുകൊണ്ട് മരണപ്പെട്ട ആ ദിവസം, ആ 2 ദിവസം രാവും പകലും ഞാൻ ഈ കോളേജിന്റെ ക്യാമ്പസുകളിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളിൽ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ ജാമിയ. വന്ന കാലം മുതൽ ഇതുമായുള്ള ബന്ധം, ആ ബന്ധം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ചില വേദികളിലൊക്കെ ഇങ്ങനെ അവസരങ്ങൾ കിട്ടാറുണ്ട്. ഉസ്താദുമാർക്ക് ക്ലാസ് എടുക്കുമ്പോഴും, അതല്ലെങ്കിൽ ആർപ്പിയായി പോകുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ, ദീനുമായി ബന്ധപ്പെടുന്ന സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ വിഷയങ്ങൾ വരുമ്പോഴൊക്കെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പലപ്പോഴും ഒരു റോൾ മോഡൽ കാണിച്ചു കൊടുത്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ ജാമിയ ഇർഫാനിയ. ആ ബന്ധം അന്ന് മുതലുണ്ട്. ഇന്ന് ഞാനത് മനസ്സിൽ സൂക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ അന്നേ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ ഒരു മകനെ ഇവിടെ പഠിപ്പിക്കണം എന്നത്. അള്ളാഹു അതും ഇപ്പോൾ എനിക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളുടെ ആ തർബിയത്തിനായി വളരാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനവസരം നൽകിയ സംഘാടകരോട് എല്ലാവിധ നന്ദിയും കൃതജ്ഞയും അറിയിച്ചുകൊണ്ട് ഈ മഹത്തായിരിക്കുന്ന വേദിക്കും ഈ സമ്മേളനത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാന്മാരുടെയും ഇർഫാനിയയുടെയും മഖാം ഷരീഫിന്റെയും ഗാനങ്ങൾ ഉൾപ്പെടുന്ന ഏറ്റവും പുതിയ അൽ അബ്ഹ വീഡിയോ CD സ്റ്റാളിൽ ലഭ്യമാണ്. SKICR SKSF ക്ലാസ് റൂമിലൂടെ ഇർഫാനിയ സമ്മേളനം ലോകരാഷ്ട്രങ്ങളിൽ നിന്നും തത്സമയം നമ്മുടെ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സദസ്സിലുള്ളവർ നെറ്റ് ഉപയോഗിക്കാതെ SKSF ക്ലാസ് റൂമിന് വേണ്ടി, നെറ്റിന്റെ നല്ല ഉപയോഗങ്ങൾക്ക് വേണ്ടി എല്ലാവരും നെറ്റ് മൊബൈലിൽ നിന്നും ഓഫ് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഒരു ആശംസയ്ക്ക് വേണ്ടി ഉസ്താദ് ഇസ്മായിൽ ഫൈൽ ഇർഫാനി അയ്യൂരിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
മഹാനായ ഷേഖന അവർകളെ, വേദിയിലും സദസ്സിലും സംബന്ധിച്ച പണ്ഡിത മഹത്തുക്കളെ, റിഫാനിയ അറബി കോളേജിൻ്റെ മുഹബ്ബുകളെ, കേരളത്തിൻ്റെ മതമേഖലയിൽ മുന്തിരിവള്ളി പടർന്നു പിടിക്കുന്നതുപോലെ വിജയവിസ്മയത്തിൻ്റെ പുതുഗാഥകൾ രചിച്ച് മുന്നേറുന്ന ഈ ആത്മീയ വൈജ്ഞാനിക കേന്ദ്രത്തിൻ്റെ അത്ഭുതകരമായ 23 ആണ്ടിൻ്റെ ആഘോഷത്തിൻ്റെ സുന്ദര സുരഭില നിമിഷത്തിൽ വല്ലാത്ത മാനസികോല്ലാസത്തിൻ്റെ അനുഗ്രഹീത നിമിഷങ്ങളിലൂടെയാണ് ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന മുഹിബ്ബുകളുടെ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ വർഷത്തിലെയും പൂർണ്ണമായ മാനസികോല്ലാസത്തിൻ്റെ ദിവസങ്ങളാണ് ഇർഫാനിയയുടെ സമ്മേളന രാവുകൾ. ഹൃദയ ഭൂമികയിൽ ഭാരം സൃഷ്ടിച്ച വേദനകളുടെ, നൊമ്പരങ്ങളുടെ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രതിബന്ധങ്ങളുടെ നൊമ്പരക്കൊട്ടാരങ്ങൾ മറന്നുപോകുന്ന, ഉരുകിപ്പോകുന്ന, അലിഞ്ഞുതീരുന്ന, എല്ലാം മറന്ന് സമ്പൂർണമായ മാനസികോല്ലാസത്തിന്റെ അനുഗ്രഹീത നിമിഷങ്ങൾ മനസ്സിന് സമ്മാനിക്കുന്ന വല്ലാത്തൊരനുഭൂതിയുടെ അനുഗ്രഹീത നിമിഷമാണ് ഈ സമ്മേളന നഗരി ഇതിനെ സ്നേഹിക്കുന്ന മുഹിബ്ബുകൾക്ക് നൽകാറുള്ളത്. എല്ലാം മറക്കുന്ന നിമിഷം, സമ്പൂർണമായ മാനസികോല്ലാസത്തിന്റെ അനുഗ്രഹീത നിമിഷങ്ങൾ. ചപ്പാരപ്പടവിന്റെ ബസ്സിൽ കയറിയിട്ട് ആ കുന്നിൻ മുകളിലൂടെ ബസ് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കണ്യാല മൗലാ സൗദത്തിന്റെ മനോഹരമായ കുബ്ബ, അത് മനസ്സിന്റെ മനോമുഖരത്തിൽ 1000 സന്തോഷങ്ങളുടെ മാലപ്പടക്കങ്ങൾക്ക് തിരികൊളുത്തുകയാണ് ആ കുന്നിൻ ചെരുവിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്ക്. അങ്ങനെ ഈ ചപ്പാരപ്പടവിന്റെ മണ്ണിലേക്ക് കാലുകുത്തുമ്പോഴേക്ക് മനസ്സ് തണുത്തു പോവാറുണ്ട്. മനസ്സ് എന്തോ ഒരു സമാധാനത്തിന്റെ, അനുഭൂതിയുടെ ഒരു സന്ദർഭത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു അവാച്യമായ ഒരു അനുഭൂതി നൽകുന്ന ഈ വിശുദ്ധ മണ്ണ്, ഈ വിശുദ്ധ സ്ഥാപനം, അള്ളാഹു ഈ സ്ഥാപനത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അന്ത്യശ്വാസം വരെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഹൃദയം തൊട്ട പ്രാർത്ഥനയെ ഈ സദസ്സിന് സമക്ഷം സമർപ്പിച്ച് ഈ സദസ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ പ്രിൻസിപ്പാളും സുന്നി യുവജന സംഘം ജനറൽ സെക്രട്ടറിയും സമസ്ത മുഷാവറ ജോയിന്റ് സെക്രട്ടറിയുമായി അറബ് ലോകത്തെ സമസ്തയുടെ സാന്നിധ്യവും റാബിത്തത്തുൽ ആലമിന്റെ സാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് മഹാത്മാക്കളുടെ പാദസ്പർശത്താൽ ഉജ്ജ്വലമായ ഹിലരിയ നഗരിയിലെ ഇൻഖിയാദ് സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. സർവാദരങ്ങളോടെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين
وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. അഭിവന്യരായ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഷെയ്ഖുനാ ഉസ്താദ് അവറുകൾ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭരായ ഉസ്താദുമാർ, ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളായി ഇവിടെ പഠിക്കുകയും പഠനം പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം വീണ്ടും ഇവിടെ തന്നെ ഒരാദരവിൻ്റെ ചിഹ്നമായി മുദരിസുമാരായി വന്നിട്ടുള്ള എൻ്റെ സഹോദരന്മാർ, ഇവിടെ നിന്ന് ബിരുദം വാങ്ങിയിട്ടുള്ളവർ, വാങ്ങാനുള്ളവർ, ഇർഫാനികൾ, ഈ മഹത്തായ സ്ഥാപനം നാൾക്കുനാൾ ഉയർന്നു വരികയാണ്. ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനം അതിൻ്റെ ഉയർച്ചയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരുമാറാവട്ടെ. ദീനീ രംഗം എല്ലാ സ്ഥലങ്ങളിലും ഉയരുകയും തളരുകയുമാണ്. ഒരു ഭാഗത്ത് ഉയർച്ച നാം കാണുമ്പോൾ പല ഭാഗങ്ങളിലും തളർച്ചയും നാം കാണുന്നുണ്ട്. വലിയ തടസ്സമുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇടയ്ക്ക് വച്ച് ദർസില്ലാതെയാവുകയും ക്ഷീണിതമായ അവസ്ഥയിലായിത്തീരുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ദർസില്ലാത്ത പല സ്ഥലങ്ങളിലും ഉയർന്ന നിലവാരത്തിലുള്ള ദർസുകൾ വളർന്നു വരുന്നതും നാം കാണുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നേതൃത്വം നൽകുന്ന ഈ മഹത്തായ സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അതിന് ആവശ്യമായ ആളുകളും സന്തതികളും ഇവിടെ നിന്ന് തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ഒരു തൗഫീഖാണ്, ഒരു ഭാഗ്യമാണ്. അല്ലാഹു ഈ സ്ഥാപനത്തെയും ഇവിടുത്തെ ഉസ്താദുമാരെയും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മഹത്തായ ഈ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സഹായികളായി, അതിൻ്റെ നായകന്മാരായി മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. തസൗഫിന്റെ ലോകത്ത് സൂഫികളുടെ സംസാരങ്ങളിൽ സാലിഹ്യങ്ങളുമായുള്ള സാമീപ്യം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് പരാമർശിക്കപ്പെടുന്നത്. ആ സുഹബത്തിന് വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് ആവശ്യമായ തർബിയത്തുകൾ നൽകി വരുന്നത്. ഈ തർബിയത്ത് കൊണ്ടാണ് ലോകത്ത് ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ 800 കൊല്ലത്തോളം ഇസ്ലാമിക ഭരണമല്ലെങ്കിലും മുസ്ലിംകളുടെ ഭരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ കാലത്തൊന്നും നേടാൻ കഴിയാത്ത വലിയ പുരോഗതിയും ഉയർച്ചയും തർബിയത്തുമാണ്
ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹിന്ദ് ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളവറുകളുടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ നേതൃത്വത്തിൽ നടന്ന് വന്നത് ആ നില ഇപ്പോഴും തുടരുകയാണ്. തന്നെ കാണുമ്പോൾ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയും, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും എന്ന നിലക്ക് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഈ രേഖ കണ്ടെത്തുകയും ആ വഴിയിൽ സഞ്ചരിക്കുകയുമാണ്. ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളവരെ പറ്റി തന്നെയാണ്. അറബ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇറാഖിൽ അതിപുരാതനമായ ഇസ്ലാമിൻ്റെ മെസ്സേജുകൾ നിലനിർത്തുകയും വളർത്തുകയും ചെയ്ത ഇറാഖ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം തൊട്ട് അതിനു മുമ്പ് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽക്ക് ആരംഭിച്ചിട്ടുള്ള ആ സന്ദേശവും സൂഫികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളായാലും ബഹുമാനപ്പെട്ട റിഫായി തങ്ങളായാലും അവർക്കിടയിൽ അവരെ മുമ്പും ശേഷവുമുള്ള ആയിരക്കണക്കിലുള്ള മഹാന്മാരായ ആളുകൾ അവരൊക്കെ ദീനിൻ്റെ മെസ്സേജുകൾ എത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു കൽബിൽ നിന്ന് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശം മാത്രമാണ് നമുക്ക് ഗുണകരമായി ഉപകാരപ്രദമായി ലഭിക്കുക. ഫീസായ ബൾബ് അതിലേക്ക് ലൈറ്റ് കയറുകയില്ല. ആ പ്രകാശം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവന്റെ പ്രകാശത്തെ സംബന്ധിച്ച് അദ്ദേഹം ഓരോരുത്തരും നേടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകാശത്തെ സംബന്ധിച്ച് ധാരാളമായി പറഞ്ഞിട്ടുള്ളതാണ്. അൽ-ഇൽമു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ. യമനിലേക്ക് ചേർന്നതാണ് ഇൽമ്, ഹിക്മത്തും അവിടേക്ക് ചേർന്നതാണ്. അവിടെ നിന്നാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഹിക്മത്തും നൂറും ഇൽമും പ്രകാശിപ്പിച്ചതെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഖാലിയാദ് തങ്ങളവറുകളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ മൊറോക്കോയിൽ ചെന്ന സന്ദർഭം. അദ്ദേഹത്തിൻ്റെ അസ്ല് യമനുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാർ യമനിൽ നിന്ന് വന്ന് അവര് അന്നത്തെ ഉന്തുരുസിൽ താമസിച്ചവരുണ്ട്. അത് യൂറോപ്പിന്റെ ഭാഗമാണ്. അതിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിലൊക്കെ തന്നെ സഹീൽ ബുഖാരി ഖത്തം ചെയ്യുന്നത് പോലെ, ഖത്തം തീർക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ഖാലിയാദ് തങ്ങളവറുകളുടെ അഷിഫ ഖത്തം തീർക്കുന്ന പരിപാടി വളരെ ആകാശത്തോടുകൂടി മക്കത്തും മദീനത്തും നടത്തി വരാറുണ്ട്. പലപ്പോഴും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളതുമാണ്. എവിടെ ചെന്നാലും ഈ നൂറിന്റെ പേരല്ലാതെ അല്ലാഹു നൂറു സമാവാത്തി എന്ന നൂറിന്റെ പേരുമായി ബന്ധപ്പെട്ടതല്ലാതെ അവരുടെ പ്രസംഗമില്ല, അവരുടെ എഴുത്തുകളില്ല, അവരുടെ കിതാബുകളില്ല. മശാരിഖുൽ അൻവാർ എന്ന ഒരു സുപ്രസിദ്ധമായ കിതാബ് ബഹുമാനപ്പെട്ട ഖാലിയാദ് രചിക്കുകയുണ്ടായി.
മശാരിഖു അൻവാരിൻ തബദ്ദത് ബിസിബ്തതി വമിൻ നാജബിൻ കൗനുൽ മശാരിഖി ഫിൽ ഗർബി എന്ന് ഈ കിതാബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു മഹാൻ എഴുതിയതാണ്, ചൊല്ലിയതാണ്. മശാരിഖുൽ അൻവാർ, പ്രകാശങ്ങളുടെ ഉദയസ്ഥാനം എന്നാണ് ആ കിതാബിന്റെ പേര്. പക്ഷേ അത് വെളിപ്പെട്ടത്, അത് നിലവിൽ വന്നത് സിബ്തയിലാണ്. സിബ്തയിൽ താമസിക്കുന്ന സന്ദർഭത്തിലാണ് ആഫ്രിക്കയുടെ ഭാഗം. അവിടുന്ന് നീന്തിക്കടന്നാൽ നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞ ഉന്തുലുസിൽ എത്തും. 20-25 കിലോമീറ്ററാണ് ചില സ്ഥലങ്ങളിൽ കസബലങ്കയിൽ നിന്ന്, അതായത് ആഫ്രിക്കയിൽ മൊറോക്കോവിന്റെ വാണിജ്യ തലസ്ഥാനം, ശരിക്കുള്ള തലസ്ഥാനം റബാത്ത്, ക്യാപിറ്റൽ. പക്ഷേ വാണിജ്യ തലസ്ഥാനം നമ്മുടെ ബോംബെ എന്ന് പറയുന്നത് പോലെ ബോംബെ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമാണ്. അവിടെ നിന്ന് നീന്തിക്കടക്കാനേ ഉള്ളൂ. അവിടെയുള്ള സന്ദർഭത്തിൽ ലോകത്തിന് മുഴുവനും പ്രകാശം നൽകാനായി അദ്ദേഹം മെനക്കെട്ടെഴുതിയ ഒരു കിതാബാണ് മശാരിഖുൽ. മഹാത്ഭുതമാണത്. അത് പേര് മശാരിഖുൽ അൻവാറാണെങ്കിലും സിബ്തയിലാണ് ആ കിതാബ് ഉടലെടുത്തത്. അത് പ്രകാശിതമായത് മിന്നാജബിൻ കൗനുൽ മശാരിഖി ഫിൽ ഗർബി, മശ്രിഖ് വന്ന് മഗ്രിബിൽ ചേരുന്നത് അത് വലിയൊരു അത്ഭുതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 നിലക്ക്. ഒന്ന്, ഏകദേശം ഷർഖുൽ ഔസത്ത്, മധ്യ പൗരസ്ത്യ രാജ്യം യമൻ, അവിടെയുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ കുടുംബക്കാരും അദ്ദേഹത്തിന്റെ പിതാവും പിതാമഹന്മാരും വന്നെത്തിയ ഈ സ്ഥലം പടിഞ്ഞാറിലായിപ്പോയി. ആളുകൾ മശ്രിഖിൽ നിന്ന് മഗ്രിബിൽ താമസമാക്കി എന്ന ആശയവും അതേ സന്ദർഭത്തിൽ ഈ കിതാബിന് മശാരിഖുൽ അൻവാർ എന്ന് പേര് നൽകി. അത് ഷർഖിലല്ല, അത് ഗർബിലാണ്. അവിടെയാണ് ഈ അത്ഭുതം കാണേണ്ടത് എന്നവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 7 മഹാന്മാരായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഖാലിയ, മൊറോക്കോവിൽ. വേറൊരാളാണ് ഇമാം ജസൂലി തങ്ങളവറുകൾ, നമ്മുടെ ദലായിൽ ഖൈറാത്തിന്റെ ആള്. അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ, എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ യമനുമായി ബന്ധപ്പെട്ടവരാണ്. അവരുടെ പിതാക്കന്മാർ, അവരോട് ബന്ധപ്പെട്ട ആളുകൾ. കൂടാതെ അഹ്ലുൽ ബൈത്തിന്റെ നൂറും അവിടെയാണ്. ലോക രാജ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയനായ അവിടുത്തെ ഹസൻ രാജാവ്, അദ്ദേഹം ഹാഷിമിയാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട പേരമക്കളിൽപ്പെട്ട ഒരാളാണ്. ഭരണത്തെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം. അറബ് രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സങ്കീർണമായ ആഫ്രിക്കയിൽ സമാധാനത്തോടുകൂടി പോകുന്നൊരു രാജ്യം മാലി. അത് ആഫ്രിക്കയിലെ ഒരു പ്രദേശമാണ്. ഒരുപാട് ഫുഖഹാക്കന്മാരും ഒരുപാട് സൂഫികളുമുള്ള സ്ഥലമാണ് മാലി. ആ മാലിയിൽ പ്രശ്നമാണ്. സൂഫി സമ്മേളനം അവിടെ നടത്തി, സൂഫികൾ ഒരുമിച്ചുകൂടി. അതുപോലെ ഫുഖഹാക്കന്മാർ ധാരാളമുള്ള സ്ഥലം. മാലിക്കി മദ്ഹബുകാരാണ് അധികം. അവിടെ വലിയ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഈ മാർച്ച് മാസം 28 മുതൽ 28, 29, 30, 31 വരെയുള്ള ദിവസങ്ങളിൽ അവിടെ വലിയൊരു സമ്മേളനം നടക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ അങ്ങോട്ട് ക്ഷണിച്ച് ജനങ്ങൾക്ക് ഈമാനെ പറ്റി പറഞ്ഞു കൊടുക്കണം, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതിന്റെ പരിപാടിയായിരുന്നു. ഈ മാസം നടക്കേണ്ടതാ. പക്ഷെ മിഞ്ഞാന്നാണ് എനിക്ക് അവിടെ നിന്നുള്ളൊരു കത്ത് വന്നത്. ആ കത്തിൽ അൽ ഇസ്ലാം വത്തൻമിയ, പീസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന വിഷയത്തെപ്പറ്റിയുള്ള പ്രബന്ധം അവതരിപ്പിക്കപ്പെടുകയും അത് അവർ സ്വീകരിക്കുകയും ആദരപൂർവം നന്ദി രേഖപ്പെടുത്തി ലെറ്റർ വരികയും ചെയ്തു. ഉടനെ മിഞ്ഞാന്ന് ഒരു കത്ത്, മിഞ്ഞാന്ന് അല്ലെങ്കിൽ ഇന്നലെ ഒരു കത്ത്. ആ കത്തിൽ പരിപാടി നിർത്തിവച്ചിരിക്കുന്നു എന്നാണ്. പരിപാടി നിർത്തിവെച്ചു. 2 മാസത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. ആ രാജ്യത്തുള്ള
തസൗഫിന്റെ ആളുകൾ, ഫിഖ്ഹിന്റെ ആളുകൾ, അവരെല്ലാം കഠിനമായി അധ്വാനം നടത്തി, ശ്രമങ്ങൾ നടത്തി. എന്നിട്ട് ആ രാജ്യത്ത് വെച്ച് ആ രാജ്യത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ അൾജീരിയയുടെ തലസ്ഥാനമായ അൾജിയേഴ്സിൽ വെച്ചാണ് അതിനെപ്പറ്റി ഗവൺമെന്റ് തലങ്ങളിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുതിയ വാർത്ത. അപ്പോ ലോകത്ത് മുഴുവനും ഓരോ നിലയിലുള്ള പ്രയാസങ്ങൾ ഓരോ രാജ്യത്തിനും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അവരവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, മാറ്റങ്ങൾ, സ്ഥിതി വ്യത്യാസങ്ങൾ, അതൊക്കെ അവരുടെ സ്വന്തം കരങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിച്ചത് നമുക്ക് പാഠമാണ്. അതനുസരിച്ച് അവരെ രാജ്യത്ത് വെച്ച് തന്നെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും പറ്റാതെ തൊട്ടടുത്ത ആഫ്രിക്കയിലെ വേറൊരു രാജ്യമായ അൾജീരിയന്റെ തലസ്ഥാനമായ അൾജിയേഴ്സിലേക്ക് മാറ്റി ചർച്ച. ഗവൺമെന്റ് തലങ്ങളിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടായിട്ടാണ് ഇനി മീറ്റിംഗ് ഉണ്ടാകുക. നമ്മളവിടെ കഴിഞ്ഞ കൊല്ലത്തതുപോലുള്ള മീറ്റിംഗ് ഈ പ്രാവശ്യം നടക്കുന്നു. അതിലേറെ ഭംഗിയായ നിലയിൽ നടത്തണമെന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഹൈദരലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട സലീം ഫൈദിനോട് ഞാൻ ചോദിച്ചു, തങ്ങളൊന്ന് വന്നിട്ടുണ്ടോ ഈ പ്രാവശ്യം? പക്ഷേ ഹൈദരലി ശിഹാബ് തങ്ങൾ വന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുജ സഹോദരൻ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടാണ് 2 ദിവസം മുമ്പ് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിതന്മാർ, ഈ പ്രകാശം, ഈ വെള്ളമുഖങ്ങൾ, കറുത്ത കളറാണെങ്കിലും ഈമാനിന്റെ നൂർ കലർന്നിട്ടുള്ള ഈ മുഖം, അത് ഇവിടെ നിന്ന് പ്രകാശം സ്വീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നമ്മുടെ സ്റ്റേറ്റിലും സ്റ്റേറ്റിന് പുറത്തും, നേരത്തെ തന്നെ സ്റ്റേറ്റിന്റെ പുറത്തുനിന്നുള്ള ആളുകളും ഇവിടെ വന്ന് പഠിക്കുന്നു. ഈ പഠിച്ചവരും അവിടെയുള്ളവരല്ലാത്ത ഈ നാട്ടിൽ വന്ന് പരിചയം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ, പയറ്റിത്തെളിഞ്ഞിട്ടുള്ള ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്കും ഈ മെസ്സേജ് എത്തിക്കുകയാണ്. ബല്ലിഗു അന്നീ വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഒരു ഹർഫ് പഠിപ്പിച്ചാൽ അതുകൊണ്ട് കിട്ടാൻ പോകുന്ന 10 കൂലി. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ് ബൽ അലിഫുൻ ഹർഫും വലാമുൻ ഹർഫും വമീമുൻ ഹർഫ്. അലിഫ് ലാം മീം എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഹർഫായി. അതിന് 1-ന് 10, അപ്പൊ 3-ന് 30 കൂലിയാണ് ലഭിക്കുന്നത്. ഈ പ്രകാശം ഒന്നെങ്കിലും എത്തിച്ചു കൊടുക്കണം, ഈ ഹർഫ് ഒന്നെങ്കിലും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നതാണ് ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി പറഞ്ഞത്. ഈ പറഞ്ഞത് ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുത്ത ആളുകളോട് മാത്രമല്ല. ഹജ്ജത്തുൽ വിദായിൽ പങ്കെടുത്ത ആളുകളോട് റസൂലുള്ള പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അവർ മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് ഇത് ബാധകമാണ്. അതനുസരിച്ച് സഹാബിമാര് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂൻ, ഏറ്റവും അടുത്ത നൂറ്റാണ്ട്, ഏറ്റവും അടുത്ത കാലക്കാർ, അവരാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. പരിശുദ്ധ ഖുർആനിൽ അവരെ വാഴ്ത്തിയിരിക്കുന്നു. മുഹാജിറുകളായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ നാടും വീടും സമ്പത്തും എല്ലാം ഒഴിവാക്കി ഉടുതുണുക്കി മറുതുണിയില്ലാതെ മക്കയിൽ നിന്ന് വിട്ടുപോയവരാണ് ഇവിടെ സൂചിപ്പിച്ച മുഹാജിറുകൾ. വേറെ രാജ്യത്തു നിന്ന് പോകുന്നവരും മുഹാജിറുകളുടെ പരമ്പരയിൽ പെടുന്നു എന്നത് വേറെ ഒരു കാര്യം. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സഹായിക്കാൻ, അങ്ങനെ ത്യജിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ അവര് ഭാഗികമായി ആ സഹായം അല്ലെങ്കിൽ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. 2 ഭാര്യമാരുള്ള ആള് അവന്റെ ഒരു ഭാര്യനെ ഹിജറ വന്നിട്ടുള്ള ആളുകൾക്ക് അവരിഷ്ടപ്പെടുന്ന ഒന്നിനെ വിവാഹമോചനം നടത്തി
അതിന്റെ ഇദ്ദ കഴിയുമ്പോൾ അവർക്ക് നിക്കാഹ് ചെയ്യത്തക്ക നിലയിലുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്നർത്ഥം. സമ്പത്തിന്റെ പകുതി ഭാഗം അവർക്ക് നൽകാൻ തയ്യാറായി. കൃഷി സ്ഥലങ്ങൾ അവർക്ക് കൊടുത്തു, നേരിട്ട് കൊടുത്തത് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു നല്ല അവസ്ഥ വന്നപ്പോ ബഹുമാനപ്പെട്ട ഷഫീന റസൂലുള്ളാഹി ഖൈബർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അവർക്കെല്ലാവർക്കും ഇഷ്ടം പോലെ ഗനീമത്തുകൾ ഖൈബറിൽ നിന്ന് ലഭിച്ചു. സഹാബിമാരിൽപ്പെട്ട പല ആളുകളും അവർ നേരത്തെ നേടിയിട്ടുള്ള അൻസാറുകളായ ആളുകൾ നൽകിയ സ്വത്ത് മുഴുവനും അവർക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ നിർദ്ദേശവും ഉണ്ട്, അതനുസരിച്ച് തിരിച്ചു കൊടുത്തു. അപ്പൊ നേരത്തെ ഒരു മുവാസാത്ത്, ഒരു സഹായം, സഹകരണം മാത്രമായിരുന്നു. തിരിച്ചു കൊടുത്തു. എല്ലാ ആളുകളും തിരിച്ചു. അൻസാരികൾ പല ആളുകളും വാങ്ങിക്കാൻ വിസമ്മതിച്ചു. പക്ഷേ അതുവരെയുള്ള ആ ഉപകാരത്തിന് നന്ദി എന്ന നിലയിൽ രണ്ടു കൂട്ടർക്കും വലിയ നിയമത്ത് കിട്ടിയപ്പോൾ അത് തിരിച്ചു കൊടുത്തു എന്നാണ്. ഏതായാലും അവരെ സമ്പത്തിന്റെ പകുതി ഭാഗം കൊടുക്കാൻ തയ്യാറായി. രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യന് നൽകാൻ തയ്യാറായി. അതുപോലെ ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്ക് മതി, രണ്ടാളുടെ ഭക്ഷണം മൂന്നാൾക്ക് മതി, നാലാൾക്ക് മതി. ഷഫീന റസൂലുള്ളാഹി വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തെ പറ്റിയാണ് ആ പറഞ്ഞത്. അതേ മുവാസാത്ത് തന്നെയാണ് നമ്മുടെ പള്ളി ദർസുമായി ബന്ധപ്പെട്ട്. കോളേജുകളാണെങ്കിലും അത് ഇപ്പൊ കോളേജ് ആയതാണ്, മുമ്പ് ഇവിടങ്ങളിലൊക്കെ ഉള്ളത് ദർസുകളാണ്. നാട്ടുകാരായ ആളുകളാണ് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നത്. അവരെ കൂട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിലും, അവരെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാനില്ലെങ്കിലും അവർ വലൗകാന ബിഹിം ഖസാസ, അവർക്ക് പട്ടിണിയാണ്, പ്രയാസമാണ്, എന്നാലും ഇവർക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സ്വഭാവം ഇന്നും നിലനിൽക്കുന്നുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സമ്മേളനം നടത്തി കാസർഗോഡ് ശനിവര സംഘത്തിന്റെ 60ാമത് വാർഷികം. ആ വാർഷികത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ആ നാട്ടുകാരായ ആളുകൾ, അവരുടെ വീട്, രണ്ട് വീടുള്ള ആള്, ജ്യേഷ്ഠനും അനുജനും ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരു വീട്ടിൽ എല്ലാവരും താമസിച്ച് മറ്റേ വീട് വിട്ടുകൊടുത്തു. നമ്മളെ ഉലമാക്കന്മാർക്ക് താമസിക്കാനായി അവർക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണം ഉണ്ടാക്കാൻ സംവിധാനം വേറുണ്ട്. പക്ഷെ ആ ഭക്ഷണം ഉണ്ടെങ്കിലും ഉസ്താദന്മാർക്ക് ഒരു VIP ഭക്ഷണം, അതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വെള്ളം കുടിക്കാനില്ലെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം, താമസിക്കാനുള്ള സൗകര്യം, ആളുകൾക്ക് വാഹനം നിർത്താനില്ല, സൗകര്യമില്ലെന്നാ അതിലാണ്ട് പൊളിച്ചിട്ട് വാഹനങ്ങൾ ഉള്ളിലാണ് കയറ്റി, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഈ നില വലൗകാന ബിഹിം ഖസാസ എന്ന് പറഞ്ഞത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. അറബ് രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ഞാൻ ചെറിയ ഒരു രാജ്യമാണ് സെനിഗൽ, ആഫ്രിക്കയിലെ ചെറിയൊരു രാജ്യം, ഫ്രഞ്ച് കോളനിയാണ്. ആ കോളനി ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ആ രാജ്യത്ത് 2 പ്രാവശ്യം പോകാൻ അവസരമുണ്ടായി. ഒരു പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം 30 ലക്ഷം ആളുകളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. 8 കിലോമീറ്ററിനിടയിൽ വാഹനങ്ങൾ ഓടുന്ന റോഡുകളടക്കം ഒഴിവാക്കി. ആളുകൾക്ക് യോഗം ചേരാൻ, സംസാരിക്കുന്ന ആളുകളെ കാണാൻ, പ്രസംഗം കേൾക്കാൻ സൗകര്യം. അത് തന്നെ അറബിയിൽ പ്രസംഗിക്കുമ്പോൾ ഇംഗ്ലീഷ് വേണോ, ഫ്രഞ്ച് വേണോ, പ്രാദേശികമാണോ? ഒരു ബട്ടൺ അമർത്തിയാൽ അറബി വരും, വേറൊരു ബട്ടൺ അമർത്തിയാൽ ഇംഗ്ലീഷ് വരും, വേറൊന്നമർത്തിയാൽ ഫ്രഞ്ച് വരും, നാലാമത്തൊരു ബട്ടൺ അമർത്തിയാൽ ഒരു പ്രാദേശിക ഭാഷ. പ്രസംഗിക്കുന്ന ഒരാൾ, അയാളെ ശബ്ദത്തിൽ തന്നെ അതിന്റെ പരിഭാഷകൾ വരിക. അങ്ങനെ അത്ര വലിയ തോതിൽ ജനങ്ങൾക്ക് വിവരം നൽകാൻ ആവശ്യമായ തസവുഫിനെ പറ്റി പഠിപ്പിക്കാൻ സൂഫി സമ്മേളനം തൈബ എന്ന് നമ്മളിവിടെ പേര് വെച്ചപ്പോൾ അവർ തൂബ എന്നാ പേര് വെച്ചത്. മദീനയുമായി ചേർന്നൊരു പേര്, റസൂലുള്ളാഹിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പേര്. ആ പേരിന്റെ ആ പന്തലിൽ ഒരുമിച്ച് കൂടിയ ആളുകളാണ്. ആ മഹാപന്തലിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മമ്പുറം തങ്ങളവറുകളെ പോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിൽ പോരാട്ടം നടത്തി. ആ പോരാട്ടം നടത്തിയതിൽ വലിയ പങ്കും വഹിച്ചിട്ടുള്ളത് പണ്ഡിതന്മാരാണ്. ദറസുള്ള ഏരിയകളിലാണ് ബ്രിട്ടീഷുകാർക്കെതിരിൽ വലിയ പടയോട്ടമുണ്ടായത്. തിരൂരങ്ങാടിയിൽ, നെല്ലിക്കുത്ത്, അലിമുസ്ലിയാരുടെ രാജ്യത്ത്,
അതുപോലെ വേറെ ഏതൊക്കെ വള്ളുവങ്ങാട് എവിടൊക്കെ ദറസുണ്ടോ, എവിടൊക്കെ ആലിമീങ്ങളുണ്ടോ, എവിടൊക്കെ മുത്താലിമീങ്ങളുണ്ടോ അവരാണ്. അതുപോലെ ഉമർ ഖാദി തങ്ങളവറുകൾ, അതുപോലെ പണ്ഡിതന്മാരും അവരെ ശിഷ്യന്മാരും അവരെ ബന്ധുക്കളുമാണ് ബ്രിട്ടീഷുകാരെ തുരത്താനായി നമ്മുടെ രാജ്യത്ത് കൊളോണിയലിസത്തിനെതിരിൽ സമരം ചെയ്തത്. അതേ പരിപാടി തന്നെയാണ് അവിടെ നടത്തിയത്. അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ഖദീമുർ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ, ഏറെക്കുറെ നമ്മുടെ മമ്പുറം തങ്ങളെ പോലെ, അദ്ദേഹം 3-4 രാഷ്ട്രങ്ങളിൽ വന്ന് സെനിഗലിലും അപ്പുറത്ത് മാലിയിലും അതിലപ്പുറത്ത് മൊറോക്കോയിലെ കുറെ ഭാഗങ്ങളും ഒക്കെ അവരെ മുഴുവനും ശിക്ഷയോടുകൂടി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് സജ്ജമാക്കി. മാത്രമല്ല തസൗഫിനെ അവർക്ക് പഠിപ്പിച്ചു. ആ ലൈനിൽ കൂടി പോയത് കൊണ്ടാണ് അവർക്ക് അവിടെ നിൽക്കപ്പുറത്തില്ലാതെ വന്നത് ഫ്രഞ്ചുകാർ. വെള്ളിപ്പാന്റെ മുതലോരിയക്കണമാരി കുറെ ആൾക്കാർ സെനിഗൽ എന്റേതാവട്ടെ, മൊറോക്കോവും എനിക്ക് തന്നെ ആവട്ടെ, ഇറ്റലിക്കാർ വന്ന് കുറെ ആഫ്രിക്കന്റെ ഭാഗങ്ങൾ അത് ഞങ്ങളുടേതാണ്, ഓലാണ്ട് അവകാശപ്പെടുക, ഓലാണ്ട് ഒരിച്ചെടുക്കുക. ആ രാജ്യത്തു നിന്ന് അവരെ പുറത്താക്കാൻ ഈ ദിക്ർ ചെല്ലുന്ന ആളുകൾ വേണ്ടി വന്നു, ഈ ആലിമ്യങ്ങൾ വേണ്ടി വന്നു. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ. മാപ്പിളലാളെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കേരളത്തിലുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടങ്ങൾ നടന്ന സ്ഥലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട്, സയ്യിദുമായി ബന്ധപ്പെട്ട് തിരൂരങ്ങാടിയിലായാലും നെല്ലിക്കുത്തായാലും അതുപോലെ വള്ളുവങ്ങാടായാലും ഏത് സ്ഥലങ്ങളാണെങ്കിലും അവിടങ്ങളിലൊക്കെ ദറസിന്റെ മേഖല, അലി മുസ്ലിയാരുടെ സ്ഥലം, അതുപോലെ കട്ലശ്ശേരിന്റെ സ്ഥലം, ആലി മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് മുസ്ലിയാർ, അങ്ങനെയുള്ള ആളുകളാണ് ഇവർക്കെതിൽ സമരം ചെയ്ത് ഈ രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിച്ചത്. അത് തന്നെയാണ് അവിടെയും ചെയ്തത്. അവിടെ ചെയ്ത പ്രവർത്തനം അപ്പം അയാളെ പിടിച്ച് കൊല്ലാനായി. പലപ്പോഴും കൊല്ലാൻ നോക്കി. അദ്ദേഹം പറഞ്ഞു, ഞാനാരെയും കൊന്നിട്ടില്ല, നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുമ്പോഴാന്ന് കിട്ടിയില്ല. അവസാനം അദ്ദേഹം ഗത്യന്തരമില്ലാതെ വന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒളിയിൽ പോയ ഒരു ദിവസം, അതിന്റെ 100ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ വലിയ സമ്മേളനം നടന്നത് നമ്മുടെ നാട്ടിൽ. എവിടെ ഉലമാക്കന്മാർ ഒരുമിച്ച് കൂടുന്നുണ്ടോ അവിടെയാണ് ഈ ദില്ലിന്റെ പുരോഗതികൾ. പത്ത് മിനിറ്റ് നേരം അല്ലെങ്കിൽ 8 മിനിറ്റ് നേരമാണ് റസൂലുള്ള സംസാരിച്ചത് ഹജ്ജത്തുൽ വിദായിൽ. ആ പ്രസംഗം കേട്ട ആളുകൾ എല്ലാവരും കേട്ടില്ല. പക്ഷേ റസൂലുള്ള പറഞ്ഞു, ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഉള്ള ആളുകളില്ലാത്തവർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. 1.25 ലക്ഷം ആളുകളെ കേൾപ്പിക്കാനുള്ള സൗകര്യമല്ല, പക്ഷെ കേട്ടവർക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ ആ മെസ്സേജ് എല്ലാ ആളുകളെയും എത്തിച്ചു. പക്ഷേ സഹാബിമാര് മനസ്സിലാക്കിയത് പോരാ, ഇത് അടുത്ത തലമുറക്ക് എത്തിച്ചു കൊടുക്കണം, അടുത്ത രാജ്യത്തേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ മെസ്സേജ് വരുമ്പോൾ കേട്ട ആളുകൾ ഒട്ടകത്തിനെ ഏത് ഭാഗത്തേക്ക് തിരിച്ചു നിർത്തിയിട്ടുണ്ട്. ഒട്ടകം ഏത് ഭാഗത്തേക്ക്? പടിഞ്ഞാറ് ഭാഗത്തേക്ക്. ഞങ്ങളുടെ വടക്കൻ മേഖലയിലേക്ക് ചൈന വരെത്തി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പോയി ചൈനയിൽ അങ്ങേയറ്റത്ത്. ഇപ്പൊ നമ്മളെ കച്ചവടക്കാരൊക്കെ പറയും. കഴിഞ്ഞ ആഴ്ചയിൽ എന്നോടൊരു കുട്ടി പറഞ്ഞു, നമ്മളെ പി വി തങ്ങളുടെ പെരിന്തമണ്ണയിലുള്ള നമ്മളെ സുന്നിന്റെ നേതാവായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡ്രൈവർ അവിടെ പോയിരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അവിടെ പോയി അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിക്കടുത്തൊരു മക്ബറുണ്ട്, അത് സഅദ് ഇബ്നു അബീ വഖാസ് എന്നുള്ള സഹാബിന്റെ മക്ബറ. ധാരാളം ആളുകൾ അവിടെ വരുന്നു, സിയാറത്ത് ചെയ്യുന്നു. ഒരു സഹാബി അവിടെ 5000 സഹാബിമാരാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മിസ്റിൽ. 5000 സഹാബി. 10,000 സഹാബിമാരുള്ളൂ ജന്നത്തുൽ ബഖയിൽ. മക്കത്തും അതിന്റെ പരിസരത്തുമായി 2000 സഹാബിമാർ. 2000 സഹാബിമാര് ഇറാഖിലുണ്ട്. 2000 സഹാബിമാര് സിറിയന്റെ പല ഭാഗങ്ങളിലുമായിട്ടുണ്ട്. തുർക്കിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെയുണ്ട് സഹാബിമാര് ഒരു 10-20 ഉള്ളൂ. നമ്മുടെ നാട്ടിലും സഹാബിമാര് കോഴിക്കോടിനടുത്ത് മുഗദാർ, മുഗീറത്ത് ബിൻ ശുഅബ താമസിച്ച വീടാണ് മുഗദാർ, മുഗീറത്തുദാർ. അതിന്റെ അപ്പുറത്താണ് തമീമുദ്ദാരി, 25 കിലോമീറ്റർ അപ്പുറത്ത്.
അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ തുർക്കികൾ വരുന്നു. ഇവിടെ കേരളത്തിൽ വന്നിട്ട് മനസ്സിലാക്കിയതല്ല, അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ന സഹാബി ഇന്ന സ്ഥലത്ത് പോയി അദ്ദേഹം അവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടെ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്ന ആൾക്കാർ വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരവിടെ താമസമാക്കി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽപ്പെട്ട കുറച്ച് ആളുകളെ എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. ജാമ്യന്റെ സമ്മേളനം കഴിഞ്ഞ പിറ്റേന്ന് ഞാൻ പോയി ചെന്ന് സംസാരിച്ചു നോക്കുമ്പോൾ കുറച്ചാൾക്കായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവര് സഅദ് ബിൻ അബീ വഖാസിന്റെ മക്കളെ 20ഉം 25ഉം അപ്പുറത്തുള്ള വാപ്പാന്റെ നമ്പർ അവിടേക്ക് എത്തിക്കണു. ആ നിലക്കുള്ള അവരെ മക്കൾ ഇവിടെ ഉണ്ട്, ജിദ്ദിയിലുണ്ട്. ഗവർണറുടെ അഡ്വൈസർ, മന്ത്രിമാരുടെ ഉപദേഷ്ടാക്കള്, അതൊക്കെ. അതോടുകൂടി വാപ്പ അവിടെ ഉണ്ട്. വാപ്പാന്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ചാളുകളും അവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോവും, അങ്ങോട്ട് പോവും, പിന്നെ അങ്ങോട്ട് വരും. ഇൽമിന്റെ മെസ്സേജ് എത്തിക്കാനായി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. മഖ്ദൂം തങ്ങൾ അവരുകൾ മക്കത്ത് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കട്ലശ്ശേരി ആലി മുസ്ലിയാർ 8 കൊല്ലം മക്കത്ത് താമസം. അതിനിടയിലാണ് ലോകപ്രസിദ്ധനായ യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിൽ നിന്ന് കിതാബ് ഓതിയത്. അദ്ദേഹത്തിന്റെ അടുക്കന്ന് പിന്നെ ഓതിയത് ബഹുമാനപ്പെട്ട നമ്മളുടെ മൈദീനാജി, സമസ്തന്റെ പഴയ നേതാവ്. അപ്പൊ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഉള്ളവരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇൽമ് എന്ന് പറയുന്നത് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നടക്കുകയാണ്. ഇന്നൽ മദീനത ലയരിസു ഇന്നൽ ഇസ്ല ഇന്നദ്ദീന ലയരിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഒരു പാമ്പ് അത് നേരം വെളുത്താൽ അതിങ്ങനെ നടക്കും. അങ്ങനെ പല ഭാഗത്ത് കൂടി അങ്ങനെ നടന്നുപോയി കുറേ എരയും തേടിപ്പോയി. അവസാനം അത് രണ്ടാമതും അതിന്റെ കൂട്ടിലേക്ക് മാളത്തിലേക്ക് മടങ്ങി വരും. എന്നതുപോലെ മദീനയിലേക്ക് ഇസ്ലാം മടങ്ങി വരും. ഷഫീന റസൂലുള്ളാഹി റഷ്യയിലെത്തി, ചൈനയിലെത്തി, ഇന്തോനേഷ്യയിലെത്തി. അവിടെ എത്തിയ ആളുകളെല്ലാം അവിടങ്ങളിലെല്ലാം ഈ പാമ്പിങ്ങനെ പോയതുപോലെ അതിന്റെ വഴി തേടിപ്പോയി, അതിന്റെ ഉന്നം തേടിപ്പോയി, അതിന്റെ തീറ്റ തേടിപ്പോയി. അങ്ങനെ അവസാനം അവിടെയൊക്കെ പോയിട്ട് രണ്ടാമത് ഇങ്ങോട്ട് തന്നെ മടങ്ങിയെത്തുമെന്ന് ഷഫീന റസൂലുള്ളാഹി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോ മൊറോക്കോ എന്ന ആളുകൾ പറഞ്ഞു, ഇപ്പൊ ഇസ്ലാമിന്റെ ഈ സന്ദേശം മുഴുവനും നിലനിൽക്കുന്നത് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, മലബാറിലാണ്. തസവുഫും അവിടെയാണ്, ഫിഖ്ഹും അവിടെയാണ്, ഇൽമു മുഴുവനും അവിടെയാണ്, ഹദീസും പണ്ടെന്ന് അവിടെയാണ്. അപ്പൊ ഇത് മുഴുവനും കൂടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ നാട്ടിൽ. അവിടെ തന്നെ നിലനിൽക്കും. പിന്നെ അവസാനം കുറച്ചു കാലം കഴിയുമ്പോ അവസാനം ഇതെല്ലാം തന്നെ ഇവിടെ നിൽക്ക പൊറുതില്ലാതെ വരുമ്പോ അത് പാടില്ല, ഇത് പാടില്ല, ഗോവധം മറ്റ് നിൽക്കാൻ സാധ്യമല്ലാതെ വരുമ്പോ സകലവും ഇങ്ങോട്ട് മടങ്ങി വരും. ഷഫീന റസൂലുള്ളാഹി. ലോകത്തിന്റെ ഗതിവിഗതികൾ അത് മനസ്സിലാക്കേണ്ടവരാണ് നമ്മുടെ പണ്ഡിതന്മാർ. അത് മനസ്സിലാക്കിയിട്ട് ഈ മെസ്സേജ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാർ. ഞാൻ ദീർഘിച്ചു പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ഈ ദിവസം ക്ഷീണിതനാണെങ്കിലും ഇന്നലെ കാസർഗോഡ് പോയി. നാളെ നമ്മുടെ 2ാം ശനിയാഴ്ചത്തെ മീറ്റിങ്ങിന് പോരാൻ വേണ്ടി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് നാളത്തെ, നമ്മുടെ നാട്ടിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ, നാളെ ബസ് ഓടൂല, വണ്ടി ഓടൂല. അപ്പൊ ഇന്ന് തന്നെ പോകുന്നു. അപ്പൊ സലീം ഫൈസിനെ വിളിച്ചപ്പോ പറഞ്ഞു, ഉസ്താദ് ഇവിടെ വരണം എന്നാണ്. അപ്പൊ നോക്കുമ്പോ അവിടുന്ന് പോന്നു മറ്റേ ടിക്കറ്റ് ക്യാൻസലാക്കിയിട്ട് പയ്യന്നൂർ ഇറങ്ങി ഇവിടെ വന്നു. ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് ഉസ്താദ് നിങ്ങളെയൊക്കെ കണ്ട് അടുത്ത വണ്ടിക്ക് തന്നെ പോകണമെന്നാണ്. നാളത്തെ എത്തിയില്ലെങ്കിൽ പിന്നെ കുടി കത്താൻ കഴിയില്ല, പ്രയാസം. അല്ലെങ്കിൽ തന്നെ നമുക്ക് അധ്വാനം ഇഷ്ടം പോലെ ആയിക്കൂടി ഇങ്ങനത്തെ ഓരോ മുസീബത്ത് ഉണ്ടാക്കും ചെയ്യാം. ചില ആളുകൾക്ക് അക്കൊരു രസാ, അസംബ്ലി കയറി തച്ചാലെന്താ, കല്യാണി പ്രധാനമന്ത്രി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി തച്ചാലെന്താ, അങ്ങോട്ട് കൊടുത്താൽ കിട്ടുമോ, സാധാരണല്ലേ. അതേമാതിരി തന്നെ സകല സാധനങ്ങളും നശിപ്പിക്കുക, ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ടാൽ നമ്മളെ കുട്ടികൾ വളരുന്നത്. ഇവിടെ അവർക്ക് എന്താ പഠിപ്പിക്കുക, ഓർക്ക് തസവുഫ് പഠിപ്പിക്കും. ഓരോ ബഹുമാനപ്പെട്ട മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളുടെ ക്ലാസ്സിലൊന്ന് കൂടട്ടെ. ഒരു ബഹുമാനപ്പെട്ട
നമ്മളുടെ ഇവിടുത്തെ ഉസ്താദന്മാരുടെ ക്ലാസ്സിലൊന്ന് കൂടട്ടെ. എന്നിട്ട് മനുഷ്യന്റെ സമ്പത്ത് ആരെ കയ്യിലാണെങ്കിലും ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിലും അസംബ്ലിയിലൊക്കെ ഇപ്പോൾ ആളുകൾ പത്രമൊന്നും വായിക്കാൻ കിട്ടിയില്ല, ഒരു ചെറിയ എന്തോന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് നോക്കണ നേരത്തെ അവിടുത്തെ അസംബ്ലിയിലുള്ള സ്പീക്കറേയും തച്ചു, അതുപോലെ എല്ലാവരെയും തച്ചു, കഞ്ഞിയും കുടിച്ചു, പട്ടിയും കളിച്ചു. അവസാനം പട്ടി പിന്നെയും മുന്നോട്ട് കാരണമാരിയാ. എവിടുക്കാതെത്തുക? ആരാണ് ഇവരൊക്കെ നന്നാക്കുക? ഓലെയൊക്കെ നന്നാക്കാൻ നമ്മളെ കുട്ടികൾക്ക് കഴിയും. അവര് പോയി പറയട്ടെ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയായ ഇൽമല്ല, വിജ്ഞാനമല്ല, വിദ്യാഭ്യാസമല്ല, ഇതൊക്കെ ഒരു ജാതി അരാജകത്വം. ഫൗള എന്ന് പറയും അറബിയിൽ. ഫൗള, അരാജകത്വം. അവനാനിട്ടുള്ളതൊക്കെ ഞാൻ ചെയ്യാം. തല്ല് നല്ലോണം കൊടുക്കുക, ഇങ്ങോട്ട് കിട്ടിയാൽ മേടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ കസാലിനേറ്റ് തല്ല, കസാലിനേറ്റ് തെച്ച് കസാല തച്ച് പൊളിച്ച ഗവൺമെന്റ് സകല ആളുകളെടുത്തുനിന്നും അല്ലെങ്കിൽ പാർട്ടികളെടുത്തുനിന്നും അതിന്റെ നഷ്ടങ്ങളൊക്കെ മേടിക്കണം. അല്ലാതെ എങ്ങനെ അത് പിന്നെ അല്ലാന്ന് തോന്നൂലേ? ഇത് ഒരു മനുഷ്യന്റെ സാധനം നശിപ്പിച്ചാൽ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ള പ്രതിവിധിയുണ്ട്, ഫിഖ്ഹിലുണ്ട്, അതുപോലെ തസവുഫിലുണ്ട്, നമ്മുടെ മൗലവിമാര് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മളല്ലാതെ ഇനി ആരാ പറയാ? നല്ലപോലെ പറയാ. തീരെ പറയാതിരുന്നാല് വല്ലാതെ വലുതാവൂലേ? വേണ്ട, പാകത്തിന് വലുതായി നിൽക്കട്ടെ. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം ഇവിടെ നിന്ന് പഠിച്ചിട്ടുള്ള, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഈ വിജ്ഞാനം, ഈ അറിവ്, ഈ സഖാഫത്ത് സംസ്കാരം ലോകത്ത് മുഴുവനും എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ശംസുൽ ഉലമയുടെ മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ അവരാ ഇന്ന് പല സ്ഥലങ്ങളിലും ഈ സന്ദേശം എത്തിക്കാനായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ക്ഷീണിതരാണെങ്കിലും ഇവിടെയും വരണം, മറ്റുള്ളവർക്കും പോകണം, എല്ലാ സ്ഥലത്തും പോകാൻ നമ്മുടെ കുട്ടികളും നമ്മുടെ ഉസ്താദന്മാരും പ്രയാസപ്പെടുന്നു. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ആഫത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരിച്ചവരുടെ ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ സഹായിച്ചവർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ ധാരാളം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്, നമ്മളുടെ പുറത്തുള്ളവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ. ഗൾഫിലുള്ള ഒരുപാട് സഹോദരന്മാർ ഞാൻ കണ്ടു. എല്ലാ പ്രാവശ്യവും നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാർ, ബന്ധുക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാറുണ്ട്. കാശ് ചെലവാക്കി വരികയാണ്. പക്ഷേ അത് ചെലവാക്കി വന്നാലും അവർക്കൊക്കെ തന്നെ അതിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കും. അല്ലാഹു കൊടുക്കുമാറാവട്ടെ. ചെലവാക്കണതിനനുസരിച്ച് ഉയർച്ചയും വളർച്ചയും അഭിവൃദ്ധിയും അല്ലാഹു നൽകുമാറാവട്ടെ. നാൾക്ക് നാൾ നമ്മുടെ സ്ഥാപനവും നമ്മുടെ ഉസ്താദന്മാരും ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ആയി വരുമാറാവട്ടെ. മരിച്ചുപോയവരുടെ ഖബറിനെ അല്ലാഹു സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. പാവപ്പെട്ട നാമം അവിടെ എത്തിച്ചേരുന്ന സന്ദർഭം അല്ലാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും വർദ്ധിച്ചു വർദ്ധിച്ച് അല്ലാഹു നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുന്ദരമായ പൈതൃകത്തിന്റെ രാജശില്പി മഖ്ദൂം തങ്ങളുടെ മഹത്തായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നേരമുകയാണെങ്കിലും ഞാൻ നിർവഹിച്ചതായി നിങ്ങളോടൊപ്പം വന്നെത്താൻ കഴിഞ്ഞു. ഞാൻ ഈ പരിപാടിയിൽ സംബന്ധിച്ചു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിന്റെ നാമത്തിൽ നിർവഹിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുപൈതൃകത്തിന്റെ